Welcome to Semester 3 Complementary Electronics for BSc Main Physics students. Complementary Electronics Semester 3 for BSc Main Physics. And today this is class number E34. And we start the first unit, that is chapter 22 of your prescribed textbook, Single Stage Transistor Amplifiers. Single Stage Transistor Amplifiers, Unit 1, Semester 3, Complementary Electronics. അപ്പോൾ ഇത് നമ്മൾ യൂണിറ്റ് 1 സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്ന ഇലക്ട്രോണിക്സിലെ ടോപ്പിക് ആരംഭിക്കുകയാണ്. ഇത് സെമിസ്റ്റർ 3 കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് ആണ്. സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സ്. Chapter number 22 and unit number 1, single stage transistor amplifiers. Amplifier, what is an amplifier? Amplifier is an electronic device converting a weak signal into a strong signal. An amplifier having only one amplifying unit is called single stage amplifier. There are CBC and CC amplifiers. Amplifier is an electronic device converting a weak signal into a strong signal. ഒരു വീക്ക് സിഗ്നലിനെ സ്ട്രോങ് സിഗ്നൽ ആക്കി മാറ്റുന്ന ഡിവൈസുകളാണ്, ഇലക്ട്രോണിക് ഡിവൈസുകളാണ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ. സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒരു AC വോൾട്ടേജ്, അല്ലെങ്കിൽ ഒരു പവർ, അല്ലെങ്കിൽ ഒരു കറണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഒരു കറണ്ട് സിഗ്നൽ, വോൾട്ടേജ് സിഗ്നൽ, അല്ലെങ്കിൽ പവർ സിഗ്നൽ, ഇലക്ട്രിക്. അതിനെ കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസുകളെയാണ്, അത് ഈ ചെറിയ വോൾട്ടേജ് എന്നാൽ വലിയ വോൾട്ടേജാക്കി മാറ്റാം, അത്തരം ഡിവൈസുകളെയാണ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്, മൾട്ടിപ്ലൈ എന്നാണ് അർത്ഥം. ആൻ ആംപ്ലിഫയർ ഹാവിങ് only one amplifying element is called സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ. ഇപ്പോൾ സാധാരണ ആംപ്ലിഫയിങ് എലമെൻ്റായിട്ട് ട്രാൻസിസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. സിംഗിൾ ട്രാൻസിസ്റ്റർ മാത്രം ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പോലെ സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഇവിടെ CB, CC ആംപ്ലിഫയേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് CB ആംപ്ലിഫയറാണ്. അപ്പോൾ CB ആംപ്ലിഫയറും CC ആംപ്ലിഫയറും CE ആംപ്ലിഫയറും ഇമ്പോർട്ടൻ്റ് essay ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്. അതിൽ C ആണ് രണ്ടാമതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതൊരു ഫ്രീക്വൻറ്റ് ക്വസ്റ്റ്യനാണ്, ലോങ് ആൻസർ ക്വസ്റ്റ്യനാണ്. CE ആംപ്ലിഫയർ, CBയും ചോദിക്കാവുന്നതാണ്. CB ആംപ്ലിഫയർ കോമൺ ബേസ് എന്ന ഫുൾ ഫോം, കോമൺ ബേസ് ആംപ്ലിഫയർ, സിംഗിൾ സ്റ്റേജ് കോമൺ ബേസ് ആംപ്ലിഫയർ, അതാണ് ടൈറ്റിൽ. ഫിഗർ 1 and 2 റെപ്രസെൻറ്റ് സർക്യൂട്ട് ഓഫ് എ സിംഗിൾ സ്റ്റേജ് CB ആംപ്ലിഫയർ. ഒരു സിംഗിൾ സ്റ്റേജ് CB ആംപ്ലിഫയർ ഡയഗ്രമാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഡയഗ്രാം നോക്കുക. ഇത് നമ്മുടെ ഒരു കൺവെൻഷണൽ രീതിയാണ്, പ്രാക്ടിക്കൽ ഡയഗ്രാം അല്ല. നമ്മൾ പ്രാക്ടിക്കൽ ഡയഗ്രാം നമ്മൾ പറയുന്നുണ്ട്. ഇത് ഈ നമ്മൾ തിയറി പഠിക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡയഗ്രമാണ്. ട്രാൻസിസ്റ്റർ NPN മുകളിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ എമിറ്റർ, ആരോ ഇട്ടിരിക്കുന്ന എമിറ്റർ, വലതുവശം കളക്ടർ, താഴെ ബേസ്. അപ്പോൾ എമിറ്റർ കറണ്ട് IE, കളക്ടർ കറണ്ട് IB, കളക്ടർ കറണ്ട് IC, ബേസ് കറണ്ട് IB, ഇവയെല്ലാം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. IC അവിടെ കാണിച്ചിട്ടുണ്ട്. IC RCയുടെയും എപ്പോട്ട് വരുന്നതാണ് IC. പിന്നെ ഇൻപുട്ട് ഒരു സൈൻ വേവാണ് കൊടുക്കുന്നത്. അത് C1 കപ്പാസിറ്റി വെച്ചാണ് കൊടുക്കുന്നത്. RE ആണ് എമിറ്റർ റെസിസ്റ്റർ. അവിടെ എമിറ്റർ ബയസ് ബാറ്ററി VEE ഉണ്ട്. VEE ഒന്നാമത്തെ ബാറ്ററി. രണ്ടാമത്തെ ഇങ്ങേ സൈഡിൽ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ ഒരു കളക്ടർ കപ്പാസിറ്റർ ഉണ്ട്. അവിടെ ഒരു RC VCC, സപ്ലൈ വോൾട്ടേജ് VCC ആണ്. അപ്പോൾ രണ്ട് സപ്ലൈ വോൾട്ടേജ് ഉള്ള ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രാക്ടിക്കൽ ആംപ്ലിഫയറിൽ ഇങ്ങനെ രണ്ട് ഡയഗ്രം കാണത്തില്ല. ഒരു സിംഗിൾ VC ഉപയോഗിച്ചിട്ട് ബയസിങ് സർക്യൂട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അതായത് ബേസൊക്കെ പഠിക്കുന്നതാണ്, യൂണിവേഴ്സൽ ബയസൊക്കെ പഠിക്കുന്നതാണ്. അവിടെ ഒരു സിംഗിൾ സോഴ്സ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ, VCC മാത്രം. ഇവിടെ രണ്ട് സോഴ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തിയറിറ്റിക്കൽ ഡയഗ്രമായിട്ട് വരച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന വേവ് ഫോമാണ് തന്നിരിക്കുന്നത്. അതൊരു ചെറിയ സിഗ്നലാണ്. അത് ആംപ്ലിഫൈഡായിട്ട് കിട്ടുന്നതാണ് രണ്ടാമത്തെ പടത്തിൽ സിഗ്നൽ. ഈ CB ആകുമ്പോൾ ഫേസ് റിവേഴ്സൽ ഇല്ല. ഇൻപുട്ടിൽ
ഉള്ള പോസിറ്റീവ് ഗോയിങ് സൈക്കിളും ഔട്ട്പുട്ടിലെ പോസിറ്റീവ് ഗോയിങ് സൈക്കിളും ഒരുപോലെയാണ് വേവ്പോർട്ട് തന്നെ വരച്ചിരിക്കുന്നത്. ആ വേവ് ഫോം നോക്കുക, ഇൻപുട്ട് വേവ് ഫോം, ഔട്ട്പുട്ട് വേവ് ഫോം, രണ്ടും ഒരേ ഷേപ്പാണ്. രണ്ടും ഒരേ ഷേപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഫേസ് റിവേഴ്സലില്ല. The input waveform and output waveform are of the same phase. That is, a positive going cycle will appear as positive going in the output. The circuit components are shown in the figure. NPN transistor, collector resistor, emitter resistor, collector current, emitter current, base current, etc. are marked. The waveforms are also marked. അപ്പോൾ അത് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഈ ബാറ്ററി സാധാരണ നമ്മൾ കണക്ട് ചെയ്യുന്ന കാണിക്കത്തില്ല, പകരം അത് മുകളിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കും, മുകളിലോട്ട്. എന്നിട്ട് താഴെ ഗ്രൗണ്ട് കണക്ഷൻ. അപ്പോൾ ആ മുകളിൽ നിന്ന് ഈ ഗ്രൗണ്ടിലേക്ക് ഈ ബാറ്ററി ഉണ്ടെന്നാണ് ചുരുക്കുക. അപ്പോൾ ഇത് ഒരു കോമൺ വേ ഓഫ് റെപ്രസെൻറ്റിങ് സർക്യൂട്ടാണ്. ബാറ്ററി പ്രത്യേകം വരച്ച് കാണിക്കത്തില്ല, അതിന് VCC എന്ന് കൊടുക്കും, VEE എന്ന് കൊടുക്കും, ആ മുകളിൽ കാണിച്ചിട്ടുണ്ട്. താഴെ ബാക്കിയെല്ലാ കമ്പോണൻറ്റും മുമ്പത്തെ അതേ പടത്തിൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബേസ് ഗ്രൗണ്ട് ചെയ്യും. ഇത് നമ്മൾ ഈ ഒരു കോമൺ രീതിയാണ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബാറ്ററി കാണിക്കാതെ, ബാറ്ററി പ്രത്യേകം വരച്ച് കാണിക്കാതെ മുകളിൽ അതിൻ്റെ VCC എന്നോ അല്ലെങ്കിൽ VEE എന്ന് കൊടുത്തിട്ട് താഴെ ഗ്രൗണ്ട് കാണിക്കും. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ മുകളിലത്തെ VCCയിൽ നിന്ന് താഴത്തേക്ക് ഒരു VCC ബാറ്ററി ഉണ്ട് ഗ്രൗണ്ടിലേക്ക്, അതുപോലെ VEE. അപ്പോൾ ഇതാണ് മറ്റൊരു ഡയഗ്രാം. രണ്ടും ഒരേ ഡയഗ്രാം തന്നെയാണ്, സിമ്പലെല്ലാം ഒരേ രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. So the another way of drawing the above circuit, the bus circuit is given here. The input waveform and output waveform are of the same phase, but the output is magnified, amplified. The supply source is given. The battery symbol is avoided in this diagram. The battery symbol is not shown, and this is a way of representing, another way of representing a circuit. So CB amplifier using NPN transistor, that is the diagram. The input signal is applied to the emitter base junction. Input emitter base junction കൊടുക്കും. And the output is taken from the collector base circuit. Collector base ൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കും. The emitter base junction is followed biased by a battery VEE. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബേസ് ചെയ്യാൻ ഒരു ബാറ്ററി VEE ഉണ്ട്. ആൻഡ് ദി കളക്ടർ ബേസ് ജംഗ്ഷൻ ഇസ് റിവേഴ്സ് ബേസ്ഡ് ബൈ ബാറ്ററി VCC. ദി ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓർ ക്യൂ പോയിന്റ് ഈസ് റിട്ടൺ ആസ്. സോ ഹിയർ ഐ ഷാൽ റീഡ് ഇറ്റ് വൺസ് അഗെയിൻ. ദി ഇൻപുട്ട് AC signal is applied to the emitter base junction and the output is taken from the collector base junction, collector hyphen base junction. The emitter hyphen base junction is forward biased by battery VEE and the collector base junction is reverse biased by battery VCC, the operating point, which is also called a Q point. The Q point is the operating point. Operating point ഒക്കെ നമ്മൾ സെമിസ്റ്റർ 2 പഠിക്കുന്നതാണ്. The operating point, that is DC working condition, are determined by batteries and the resistor RE and RC. In other words, the values of IE, IB and VCB, collector base voltage, are determined by VCC, VEE, RE and RC. In the circuit diagram, the voltage VCB is going to be the equation. അപ്പോൾ VCB കാണാൻ നമ്മൾ ആ സർക്യൂട്ടിൽ ക്രിച്ചപ്സ് വോൾട്ടേജിലും അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, VCB ഈക്വൽ ടു VCC മൈനസ് IC RC. അതിൽ കാരണം VCC ഈക്വൽ ടു IC RC പ്ലസ് VCB ആണ്. അത് സർക്യൂട്ട് നോക്കിയിട്ട് ക്രിച്ചപ്സിൽ അപ്ലൈ ചെയ്താൽ കാണാം. ഇവിടെ ക്രിച്ചപ്സിൽ അപ്ലൈ ചെയ്ത് നോക്കിക്കേ, എന്താണ് VCC? അവസാനം കാണുന്ന വോൾട്ടേജാണ്. ICRC എന്നാണ് ഭയപ്പെട്ടുള്ളത്. പിന്നെ ആ ക്ലോസ് സർക്യൂട്ട് എടുക്കണം. ക്ലോസ് സർക്യൂട്ട് എടുക്കുമ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറും ബേസും തമ്മിലുള്ള വോൾട്ടേജ് VCB ആണ്. അപ്പോൾ VCBയും ICRCയും കൂട്ടിയാൽ VCC കിട്ടും. ആ റൈറ്റ് സൈഡിൽ ആ ക്ലോസ് സർക്യൂട്ട്, റൈറ്റ് സൈഡിൽ ക്ലോസ് സർക്യൂട്ട്, ഇത്രയും ഇവിടെ നിന്ന് ഈ കാണുന്ന ഭാഗത്തുള്ള സർക്യൂട്ട്
ഇതിൻ്റെ ലെഫ്റ്റ് കാണുന്ന സർക്യൂട്ടാണ്. അവിടെ വി സി സി ഈക്വൽ ടു നോക്കൂ ICRC ഈ കാണുന്നത്, പിന്നെ ഇവിടെയുള്ള വോൾട്ടേജ്, അവിടെയുള്ള വോൾട്ടേജ് VCB, അതാണ് ഇക്വേഷനായിട്ട് നമ്മൾ താഴെ കണ്ടത്. സോ ദി സർക്യൂട്ട് ഇക്വേഷൻ ഈസ് VCB equal to VCC minus ICRC that we write using Kirchhoff's law for the collector circuit. ഇനി ഇതിൻ്റെ സർക്യൂട്ട് ഓപ്പറേഷൻ, when no signal is applied, ഇത് applied to the input, the output just sets at a Q point. Q point is set at a Q point, so that there is output signal. When an input signal is applied, the operation of the circuit will be as follows. So look here, when positive signal is applied, to the input, the output just sets into Q point, so that there is when no signal is applied to the input, the output just sets at Q point, so that there is no output signal. അതായത് നമ്മൾ സിഗ്നൽ കൊടുത്തില്ലെങ്കിൽ ട്രാൻസിസ്റ്ററിൻ്റെ Q പോയിൻ്റ് സെറ്റ് ചെയ്യും, അതിന് ഔട്ട്പുട്ട് ഉണ്ടാകത്തില്ല, സിഗ്നൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് when an input signal is applied, ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ the operation of the circuit will be as follows. ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്താൽ ഓപ്പറേഷൻ ഇനി പറയുന്ന രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. So like when positive half cycle of the input signal is applied, then പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുത്താൽ എന്ത് സംഭവിക്കും? ഓരോ പോയിൻ്റായിട്ട് പറയുകയാണ്. 1. Forward bias is decreased because it is already negative with respect to the ground as per biasing condition. Number 2, രണ്ടാമത്തെ പോയിന്റ്, consequently IB is decreased. IB ഡിക്രീസ് ചെയ്യും. മൂന്നാമത് I and IC are decreased. ഈ IB ഡിക്രീസ് ചെയ്യുമ്പോൾ I and IC are decreased since IC is equal to beta IB. IC beta IB എന്താണ് കേട്ടോ, ബീറ്റ കഴിഞ്ഞിട്ട് IB കാണുന്നില്ല. IC is beta IB and I is nearly equal to IC. നമുക്കറിയാവുന്ന ഇക്വേഷൻസ് ആണ്. Their drop ICRC is decreased. Then drop ICRC is decreased. Number 5, therefore BCB is increased as seen by the BCB is increased as seen by the equation number 1. It means that a positive output half cycle is produced. അപ്പോൾ പോസിറ്റീവ് ഇൻപുട്ട് സൈക്കിൾ കൊടുക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് ഔട്ട്പുട്ട് സൈക്കിൾ കിട്ടും, ബട്ട് ഇറ്റ് ഈസ് ആംപ്ലിഫൈഡ്. സിൻസ് എ പോസിറ്റീവ് ഗോയിങ് ഇൻപുട്ട് signal produces a positive going output signal, there is no phase reversal
ബിറ്റ്വീൻ ദ ടു. ഇപ്പോൾ ഇൻപുട്ട് ഗോയിങ് സിഗ്നൽ കൊടുത്താൽ ഇൻപുട്ടിൽ പോസിറ്റീവ് ഗോയിങ് സിഗ്നൽ കൊടുത്താൽ അതുപോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടുന്നത്, അതുകൊണ്ട് ഫേസ് റിവേഴ്സൽ ഇല്ലെന്ന് പറയും. ദോ ദ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ആൽഫ ഈസ് ലെസ് ദാൻ 1, alpha is less than 1, there is voltage amplification due to low input capacitance and very high output resistance. ഇവിടെ ഈ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഇല്ല, കാരണം ആൽഫ എന്ന് പറഞ്ഞാൽ ഒരു 0.9899 വരുള്ളൂ. ഇപ്പോൾ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഇല്ല. പക്ഷേ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഇല്ലെങ്കിൽ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ഉണ്ട്. എന്താ കാരണം? ബിക്കോസ് ഡ്യൂ ടു ലോ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് വെരി ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഇപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് കുറവും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കൂടുതലും ഉള്ളതുകൊണ്ട് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഇല്ലെങ്കിലും വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ദെയർ വിൽ ബി വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇക്വേഷൻസ് ഓർത്തിരിക്കേണ്ടതുകൊണ്ട് പ്രോബ്ലം ചോദിക്കുന്ന ഇക്വേഷൻസ് ആണ്. സർക്യൂട്ട് അനാലിസിസ്, വേരിയസ് ഗെയിൻസ് ഓഫ് സി ബി ആംപ്ലിഫയർ. Current gain alpha is equal to, that is IC by IE, or we can say delta capital IC by delta IE. നമ്മൾ എ സിയിൽ പറയുമ്പോൾ സ്മോൾ ലെറ്റർ പറയും, സിമ്പിൾ. എ സിയിലാകുമ്പോൾ സ്മോൾ ലെറ്ററിൽ ഡെൽറ്റ IC by IC by IE. നേരെ മറിച്ചത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ഡെൽറ്റ IC by ഡെൽറ്റ IE എന്ന് എഴുതാറുണ്ട്. ഇവിടെ എ സി വാല്യൂസ് നമ്മൾ പറയുന്നത് ആൽഫ ഈസ് ഈക്വൽ സ്മോൾ IC by സ്മോൾ IE. ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഡെൽറ്റ IC by ഡെൽറ്റ IE എന്ന് പറയും. ആൽഫ ഈസ് ഈക്വൽ IC by IE ഫോർ DC വാല്യൂസ്. അങ്ങനെ ആൽഫയുടെ വാല്യൂ എഴുതി. ഇതിനകത്ത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആറിൻ പറയണം. ആറിൻ ദി AC ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദി ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഇസ് ഗിവൺ ബൈ RN ഈസ് ഈക്വൽ ടു RE പാരലൽ RE. RE എമിറ്റർ റെസിസ്റ്റൻസ് ആണ്. ഈ RE എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ AC എമിറ്റർ റെസിസ്റ്റൻസ് ആണ്. RE ട്രാൻസിസ്റ്ററിൻ്റെ AC എമിറ്റർ റെസിസ്റ്റൻസ് ആണ്. RE നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഡയോഡ് ഇക്വേഷൻ വെച്ചിട്ടാണ്. 25 MV by IE. 25 MV by IE. ഒരു ജർമേനിയൻ ട്രാൻസിസ്റ്ററിന്, ജർമേനിയൻ ഡയോഡിന് നമ്മൾ അതിൻ്റെ എമിറ്റർ റെസിസ്റ്റൻസ് കാണുന്നത് 25 mV by IE in മില്ലി ആംപിയർ. അങ്ങനെയാണ്. സിലിക്കറാണെങ്കിൽ 50 കൊടുക്കും നമ്മൾ. അടുത്ത ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, അടുത്ത വാല്യൂ ആണ്. ഫോർ സർക്യൂട്ട് എബവ് ദ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് RA, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഈസ് RA പാരലൽ. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അവിടെ വിട്ടിരിക്കുകയാണ്. ഫോർ സർക്യൂട്ട് എബവ് ദ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് സ്മോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് സ്മോൾ ആറോ ഇസ് ഈക്വൽ RC. കളക്ടർ ലോഡ് മാത്രം എടുത്താൽ മതി. ഇഫ് എ ലോഡ് റെസിസ്റ്റൻസ് RL ഈസ് കണക്റ്റഡ് അക്രോസ് ദി ഔട്ട്പുട്ട് ടെർമിനൽസ്, ദെൻ RO ഈസ് ഈക്വൽ ടു RC പാരലൽ RL. ഇപ്പോൾ ഒരു RL കൊടുത്തു കഴിഞ്ഞാൽ RCയുടെ കൂടെ RL പാരലൽ കോമ്പിനേഷൻ എടുത്തിട്ടാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് RO കാണുന്നത്. അപ്പോൾ അത്ര ഒന്നിട്ട് നോക്കി. ഫോർ സർക്യൂട്ട് എബവ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് small r is equal to RC. If a load resistance RL is also connected along with across the output terminals, then RO is equal to RC parallel RL. It is also called the output resistance of this stage. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന വാല്യൂവിനെ, ഈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിനെ നമ്മൾ ഈ സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയും. സ്റ്റേജ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. കാരണം ഇത് സിംഗിൾ സ്റ്റേജാണ്, ഒറ്റ സ്റ്റേജ് നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് RO സ്റ്റേജ് എന്ന് പറയും. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദ സ്റ്റേജ് ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ആസ് RO സ്റ്റേജ് എന്ന് പറയും. RO സ്റ്റേജ് ഓർ സിംപ്ലി RO. ഇതിനകത്ത് നാലാമത്തെ പോയിൻ്റ് വോൾട്ടേജ് ഗെയിനാണ്. വോൾട്ടേജ് ഗെയിൻ AV is equal to VI. It can be proved that it is RO by RE. നമുക്ക് തെളിയിക്കാൻ പറ്റും. നമ്പർ 5, പവർ ഗെയിൻ AP is equal to A into AV.
AI is called current gain, AV is called voltage gain. A is the current amplification factor, AV is the voltage amplification factor. Then decibel power gain, ഇത് വോൾട്ടേജ് ആണല്ലോ, പവർ ആണല്ലോ. ഡെസിബൽ പവർ ഗെയിൻ ആകുമ്പോൾ നമ്മൾ 10 log എടുക്കണം. GP is 10 log AP, so much dB, ഡെസിബൽ നമ്മൾ പഠിച്ചതാണ് ആദ്യമേ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് CB ആംപ്ലിഫയർ. ഈ CB ആംപ്ലിഫയറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് CB ആംപ്ലിഫയർ. Very low input resistance. Very low input resistance, that is R is equal to about 30 to 150 ohm. 30 to 150 ohm ആണ് കേട്ടോ. ഇനി നമ്പർ 2, very high output resistance. RO is up to 50K ആണ്. 50K 50K എന്ന് പറയാം. കറണ്ട് ഗെയിൻ AI is equal to, A is nearly alpha, that is less than 1. Voltage gain AV is about 1500. Voltage gain കൂടുതലാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഈ കറണ്ട് ഗെയിൻ നിയർലി 1 ആണെങ്കിലും 0.98 ആണെങ്കിലും വോൾട്ടേജ് ഗെയിൻ ഉണ്ട്. ഇൻപുട്ട് റെസിസ്റ്റൻസ് കുറവും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് വോൾട്ടേജ് ഗെയിൻ ഉണ്ട്. ആ വോൾട്ടേജ് ഗെയിൻ AV is about 1500. ആ ഡെസിബൽ പവർ ഗെയിൻ ഈസ് എബൌട്ട് 30 dB. ഇത് നമ്മൾ ഡെസിബൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് 30 dB എന്ന് വരും. ഒരു CB ആംപ്ലിഫയറിൻ്റെ ഡെസിബൽ പവർ ഗെയിനാണ്. അടുത്തത്, ദ ഫേസ് റിവേഴ്സൽ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഈസ് നോ ഫേസ് റിവേഴ്സൽ. ദാറ്റ് ഇസ് എ പോയിന്റ്. No phase reversal between input and output stages. The use of CB amplifier, ഇതിൻ്റെ യൂസുകൾ, ഇമ്പഡൻസ് മാച്ചിങ്. ഇമ്പഡൻസ് മാച്ചിങ് എന്നൊരു പ്രോസസ് ഉണ്ട്. നമ്മളൊരു ആംപ്ലിഫയർ ഔട്ട്പുട്ടിൽ നിന്ന് ലൗഡ് സ്പീക്കറിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഇമ്പഡൻസ് മാച്ച് ചെയ്യണം. മാക്സിമം പവർ ട്രാൻസ്ഫറിന് ചെയ്യുന്ന ടെക്നിക്കാണ് ഇമ്പഡൻസ് മാച്ചിങ്. ഫോർ എ മാക്സിമം പവർ ട്രാൻസ്ഫർ വി എംപ്ലോയ് ദ ടെക്നിക് ഇമ്പഡൻസ് മാച്ചിങ്, ആൻഡ് ദിസ് CB amplifier is sometimes used for impedance matching. For impedance matching, CB amplifier is used. That is, a low impedance circuit can be matched with a high impedance circuit using this amplifier. That is the use. ഇതിൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് എസ്സേ CB ചോദിക്കുന്നത് കേട്ടോ. CEയും ചോദിക്കുക. CEയാണ് കൂടുതലും ചോദിക്കുന്നത്. CE ഇത് CB ആണ്. അപ്പോൾ ഇതും പഠിച്ചു കൊള്ളാം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ CE വളരെ ഈസിയാണ്. CE ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ, അത് ഈസിയായിട്ട് പഠിക്കുക. ഇക്വേഷനൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഡിസ്ക്രൈബ് എ സിംഗിൾ സ്റ്റേജ് CB ആംപ്ലിഫയർ ആൻഡ് എക്സ്പ്ലെയിൻ ഈസ് ഓപ്പറേഷൻ. ഗീവ് ദി വേരിയസ് ഗെയിൻസ് ഓഫ് ദി ആംപ്ലിഫയർ. ആംപ്ലിഫയറിൻ്റെ വ്യത്യസ്തമായ ഗെയിനുകൾ പറയുക. ദി ഷോർട്ട് ആൻസർ, ഡ്രോ ദി സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ദി CB ആംപ്ലിഫയർ. Draw the circuit diagram of the CB amplifier. Number 3, what are the various gains of the CB amplifier? CB ആംപ്ലിഫയറിൻ്റെ പ്രധാനപ്പെട്ട ഗെയിനുകൾ ഏതൊക്കെയാണ്? 4 ഗെയിനാണ് പറയുന്നത്. കറണ്ട് ഗെയിൻ AI, or കറണ്ട് ഗെയിൻ ആൽഫ വിച്ച് ഇസ് AI, വോൾട്ടേജ് ഗെയിൻ AV, then പവർ ഗെയിൻ AP, ആൻഡ് ഡെസിബൽ പവർ ഗെയിൻ GP. എല്ലാം ഇവിടെ ഉണ്ട്. All gains are given in the notes, so you study. That is all with your 34th class. We continue our topic. Thank you.